ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി ശ്രീലേഖ മിത്ര പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. കൊച്ചി സിറ്റി പോലീസിന്റെ അടിയന്തര യോഗം ഇപ്പോൾ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ഈ പരാതി കിട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് തുടർ നടപടികൾ ആലോചിക്കാൻ യോഗം എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നുണ്ട്. അതിൽ ഈ അന്വേഷണ കാര്യമടക്കം വനിതാ ഉദ്യോഗസ്ഥരുടെ മാത്രം ചുമതലയായിരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ എത്തുന്ന ഒരു ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ഈ പരാതി കൂടി വരുന്നത്. അതുകൊണ്ട് ഈ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് അന്വേഷണം നടത്തുമോ അതോ ഈ അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. നേരത്തെ സർക്കാർ സ്വീകരിച്ച നിലപാട് ഇത് ആരോപണം മാത്രം എന്നുള്ളതായിരുന്നു, പ്രത്യേകിച്ച് മന്ത്രി സജി ചെറിയാൻ അടക്കം. അപ്പോൾ ഒരു പരാതിയുടെ രൂപത്തിലേക്ക് വരുമ്പോൾ അതൊന്നുകൂടി സർക്കാരിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുകയാണല്ലോ. എങ്ങനെയായിരിക്കും ഈ അന്വേഷണം നടക്കുക? എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഷഫീദ്? ഉന്മേഷ, സർക്കാർ പ്രതീക്ഷിച്ച ഒരു നീക്കം തന്നെയാണിത്. കാരണം അതുകൊണ്ടുകൂടിയാണ് രഞ്ജിത്തിന്റെ രാജി എന്നുള്ള ആവശ്യം സർക്കാർ ശക്തമാക്കിയത്. കാരണം ഇതിന്റെ പരാതി വരുമ്പോൾ ആ തലപ്പത്ത് രഞ്ജിത്തിരിക്കുന്നത് സ്വാഭാവികമായും ശരിയാകില്ല എന്നുള്ളത് സർക്കാരിന്റെയും മുന്നണിയിലെയും ഒക്കെ അഭിപ്രായമായിരുന്നു. ഏതായാലും ഇനി ഇക്കാര്യത്തിലെ സാങ്കേതികമായ തടസ്സങ്ങൾ മാത്രമാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറാൻ തന്നെയായിരിക്കും സാധ്യത. കാരണം ശ്രീലേഖ മിത്ര ഉൾപ്പെടെയുള്ളവരുടെ അന്വേഷണം, പരാതികൾ, ആരോപണങ്ങൾ അന്വേഷിക്കാൻ കൂടി തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. പക്ഷേ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന അത് കൊച്ചി പോലീസ് നടത്തിയെങ്കിൽ കൂടി കേസിന്റെ വിശദമായിട്ടുള്ള കേസെടുത്ത അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും. സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെ നടത്താനാണ് സാധ്യത എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി, ആ പരാതിയുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ശ്രീലേഖ മിത്രയുമായി ബന്ധപ്പെടും. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥയായിരിക്കും ശ്രീലേഖ മിത്രയുടെ മൊഴിയെടുക്കുക. പക്ഷേ പ്രാഥമിക വിവരങ്ങൾ അത് കൊച്ചി സിറ്റി പോലീസിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. സർക്കാർ പ്രതീക്ഷിച്ച ഒരു നീക്കം ഇപ്പോൾ നടന്നിരിക്കുന്നു. അത് മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനൊരു പരാതി അത് വലിയ തരത്തിൽ ഒരു തലവേദനയും പ്രതിസന്ധിയുമായി. ഷഫീദ്, ഒരു നിമിഷം ഷഫീദ്. ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എറണാകുളം നോർത്ത് പോലീസ് ആയിരിക്കും ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുക. ബംഗാളിൽ നിന്നുള്ള നടി അഭിനേത്രി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ള വിവരം വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിഷ്ണു സുരേഷ് അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുക എറണാകുളം നോർത്ത് പോലീസ് ആയിരിക്കും എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട് ഷഫീദ്. പക്ഷെ അതും നിർണായകമായ ഒരു നീക്കമായി നമുക്ക് കാണാൻ കഴിയും. കാരണം അങ്ങനെയാണെങ്കിൽ പ്രാഥമിക പരിശോധന അത് കൊച്ചി സിറ്റി പോലീസ് തന്നെ നടത്തും. അതിനുശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിന്റെ അന്വേഷണം കൈമാറുക. നേരത്തെ നമുക്കറിയാം ഈ കേസെടുത്തുള്ള അന്വേഷണം അത് ഈ ആരോപണം ഉയർത്തുന്ന ആൾക്കാരുമായി അവരുമായി ബന്ധപ്പെട്ട അവരുടെ പരാതി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാണ് എന്നുള്ള ഒരു നിലപാടായിരുന്നു സർക്കാരിനും പ്രത്യേക അന്വേഷണ സംഘത്തിനുമുള്ളത്. ഷഫീദ്, ഒരു നിമിഷം ഷഫീദ്, വിഷ്ണുവിനോട് ചോദിക്കാം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ വെച്ചിരുന്നു. വിഷ്ണു, അപ്പോൾ എന്താണ് യോഗ തീരുമാനം? ഉന്മേഷ, പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കടവന്ത്ര ഫ്ളാറ്റ് പ്ലേസ് ഓഫ് ഒക്കറൻസ് വരുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ കീഴിലാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ നോർത്ത് പോലീസ് ആയിരിക്കും കേസെടുക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പരാതിയിന്മേൽ കേസെടുക്കാതെ പോലീസിന് മുന്നോട്ട് പോകാനാകില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രാഥമികമായി FIR എടുത്ത ശേഷം ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം ഒരു വനിത നൽകിയ പരാതിയാണ്. ഈ അന്വേഷണ സംഘത്തിൽ 3 വനിതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ശ്രീലേഖ മിത്രയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുക ഈ വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും. കൂടുതൽ വ്യാപ്തിയുള്ള ഒരു അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ട് വേണം. ഏറെ വിവാദമായ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പരാതിയും ആരോപണവും പരാതിയൊക്കെയാണ്. അതുകൊണ്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയായിരിക്കും കേസ് അന്വേഷിക്കുക. പക്ഷേ പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്യുക നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. ഉന്മേഷ്, വിഷ്ണു, അങ്ങനെയെങ്കിൽ ഇനി അത് വൈകിപ്പിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇത് കത്തി നിൽക്കുന്ന സമയമാണ് ഈ വിഷയമെന്ന് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ ഒരു അന്വേഷണ സംഘം ഇതിനോടകം വന്നിട്ടുണ്ട്. ആ നിലയ്ക്കും അവിടെ ഒരു പരിശോധന നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇനിയും നേരത്തെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന സർക്കാർ എന്നുള്ള തരത്തിലൊക്കെ ആരോപണം ഉയർന്നതാണ്. അതുകൊണ്ട് പോലീസ് ഇനി ഈ FIR അടക്കം വൈകിപ്പിക്കുക സാധ്യമല്ലല്ലോ വിഷ്ണു.
ഉന്മേഷ്, ഒരു തരത്തിലും വൈകിപ്പിക്കൽ സാധ്യത അല്ലെങ്കിൽ പോലീസിന് അത്തരത്തിലൊരു നടപടിക്ക് സാധ്യതയില്ല. കാരണം ഈ പരാതിയുടെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തന്നെ കയറിപ്പിടിക്കാനുള്ള ശ്രമിച്ചു എന്നാണ് ശ്രീലേഖ മിത്ര നൽകിയിരിക്കുന്ന പരാതി. ആ പരാതി കേവലം ഒരു പരാതി മാത്രമല്ല, വളരെ ഗൗരവകരമായ ഒരു പരാതിയാണ്. അതിന്മേൽ അവർ കൃത്യമായ ഈ സാക്ഷിയടക്കം അല്ലെങ്കിൽ സാക്ഷികളെ അടക്കം പേരുകൾ വിവരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സിറ്റി പോലീസ് പ്രാഥമികമായി ശ്രീലേഖ മിത്രയുടെ വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം കേസെടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. FIR എടുത്ത് പ്രാഥമികമായ അന്വേഷണം നടത്തുക എന്നുള്ളൊരു സ്വാഭാവിക നടപടിയാണ്. അതിന്മേലായിരിക്കും ഈ ആരോപണം വസ്തുനിഷ്ഠമാണോ അതല്ല എങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള രഞ്ജിത്ത് ഉന്നയിച്ച പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ആരോപണമാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം ശ്രീലേഖ മിത്ര നൽകിയിരിക്കുന്ന പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ കേസ് എടുക്കാം എന്നുള്ളതാണ്. നോർത്ത് പോലീസ് ആയിരിക്കും ഒരുപക്ഷെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന വിവരം ലഭിക്കുന്നു. അത് വൈകിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരാതി തന്നെയാണ്, ഒരു സ്ത്രീ നൽകിയ പരാതിയാണ്. അതുകൊണ്ട് സർക്കാരിന് മേലും ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പരാതി ഉണ്ടെങ്കിൽ ബാക്കി നോക്കാം, അല്ലെങ്കിൽ കേസ് എടുക്കുന്ന കാര്യം അപ്പം ആലോചിക്കാം എന്നൊക്കെ സാംസ്കാരിക മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ പരാതി വന്നിരിക്കുന്നു. അതൊരു ചെറിയ പരാതി മാത്രമല്ല, കേവലം തനിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടു എന്നൊരു പരാതി, അത് 2 വരി പരാതിയല്ല ശ്രീലേഖ മിത്ര നൽകിയിരിക്കുന്നത്. എന്താണ് തനിക്ക് സംഭവിച്ചത്, താൻ ഇത്തരത്തിലുള്ള ഒരു ദുസ്സഹമായ സാഹചര്യത്തിലൂടെയാണ് 2009 ഈ കടവന്ത്രയിലെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കടന്നുപോയത്, അതിനുശേഷം എത്രയോ ദിവസങ്ങൾ തന്നെ ആ ട്രോമ പിന്തുടർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഒരു പരാതിയാണ്. അതുകൊണ്ട് കേസ് നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീലേഖ മിത്ര ഈ പരാതിയിൽ പറയുന്നു 384, 384A പ്രകാരമുള്ള നടപടികൾ വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. വകുപ്പുകൾ ഉൾപ്പെടെ തീരുമാനിക്കുക പോലീസായിരിക്കും. അത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തണമോ എന്നുള്ള കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും കേസ് എടുക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. വിഷ്ണു, അപ്പോൾ ഇനി വകുപ്പുകൾ അത് ഏതൊക്കെ ചുമത്തണമെന്ന് തീരുമാനിക്കണം. FIR അത് വരേണ്ടതുണ്ട്. ഇനിയും മൊഴിയെടുക്കൽ അത് നടക്കേണ്ടതുണ്ട്. ഈ പരാതിയിലടക്കം ഈ വിവരം അറിയാമെന്ന് ഈ നടി ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ മൊഴിയെടുപ്പ്, അങ്ങനെ വളരെ വേഗം നടപടികളിലേക്ക് കടക്കേണ്ടി വരുമല്ലോ പോലീസിന്. വിഷ്ണു. ഉന്മേഷ്, ഈ മൊഴിയടക്കം എടുക്കുക ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചത്. അതുകൊണ്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടി മാത്രമായിരിക്കും നോർത്ത് പോലീസിൽ ഉണ്ടാകുക. ബാക്കി തുടർ നടപടികളെല്ലാം സ്വീകരിക്കുക പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും. ഈ ശ്രീലേഖ മിത്രയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുക ആ സംഘത്തിലുള്ള വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും. അതോടൊപ്പം ജോസഫ് അടക്കമുള്ള ആളുകളുടെ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുക ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ആളുകളായിരിക്കും. ഉറപ്പായും കൊച്ചി സിറ്റി പോലീസിൻ്റെ ഒരു അസിസ്റ്റ് അതിൽ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇതിൽ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേവലം ഒരു ആരോപണമായി ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത് പിന്നീട് ഒരു ഗുരുതര ആരോപണ സ്വഭാവത്തിലേക്ക് മാറുന്നു. ഒടുവിലത് അക്കാദമി ചെയർമാനായ രഞ്ജിത്തിൻ്റെ രാജിയിലേക്ക് എത്തുന്നു. അപ്പോഴും പൊതുസമൂഹത്തിൽ ഉയർന്നൊരു ചോദ്യമുണ്ട്, ഇതൊരു ആരോപണം മാത്രമാണ്, പിന്നീട് എന്തിന് രഞ്ജിത്ത് രാജിവെച്ചു എന്ന വ്യക്തതയില്ല. അത് രഞ്ജിത്തിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളും ചില സർക്കാർ വൃത്തങ്ങളും ഒക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ അതിലൊരു പരാതി ശ്രീലേഖ മിത്ര നൽകിയിരിക്കുന്നു. ആ പരാതിയിന്മേൽ തുടർ നടപടിക്ക് പോലീസ് ഒരുങ്ങുന്നു. കേസെടുക്കാൻ പോലീസ് ഒരുങ്ങുന്നു. ഈ കേസിൻ്റെ അന്വേഷണം നടപടികൾ അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കുമെന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അടക്കം ലഭിക്കുന്ന വിവരം. ഷെഫീദ് ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ അങ്ങനെയുള്ള സാധ്യതകളാണ് പങ്കുവെക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രാഥമികമായി പ്ലേസ് ഓഫ് ഒക്കുറൻസ് ഇവിടെ ആയതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ചുമതല ഇവിടുത്തെ പോലീസിനാണ്. ആ പോലീസ് കേസ് നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറും. ശ്രീലേഖ മിത്രയുടെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ മൊഴിയെടുക്കും. രഞ്ജിത്തിൻ്റെ മൊഴി, രഞ്ജിത്തിന് എന്താണ് പറയാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഇനി പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും. രഞ്ജിത്തിനെ ചോദ്യം ചെയ്യേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനിവാര്യമായ നടപടിയാണ്. അതുകൊണ്ട് അതും ഉണ്ടാകും. ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇനി നോൺ ബെയിലബിൾ വകുപ്പ് ചുമത്തുമോ അല്ലെങ്കിൽ ഏത് വകുപ്പാണ് ചുമത്തുക എന്നുള്ളതാണ് അറിയാനുള്ളത്. ഉന്മേഷ്.
ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, അങ്ങനെ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. എറണാകുളം നോർത്ത് പോലീസ് ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് എറണാകുളം നോർത്ത് പോലീസിന്റെ പരിധിയിൽപ്പെട്ട ഇടമാണ്. അതുകൊണ്ട് ആ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിഷ്ണു അറിയിക്കുന്നത്. പക്ഷേ അന്വേഷണം അതൊരു പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും നടത്തുക എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ആ നിലയ്ക്കായിരിക്കുമല്ലോ കാര്യങ്ങളല്ലേ ഷഫീദ്? പക്ഷേ ഉറപ്പായിട്ടും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് ലിമിറ്റിൽ ഈ സംഭവം നടന്ന വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്ലേസ് ഓഫ് ഒക്കറൻസ് നടന്ന സ്ഥലത്തായിരിക്കും പോലീസിന്റെ ആദ്യഘട്ട പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കുക. അതിനുശേഷം മാത്രമായിരിക്കും പ്രത്യേക സംഘത്തിന് കൈമാറുക. പക്ഷേ നമ്മൾ ഈ ശ്രീലേഖ മിത്രയുടെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ അതാര് നടത്തും എന്നുള്ളതാണ് ഇനി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് FIR ഇട്ട് കേസ് കൈമാറിയ ശേഷം അവരിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥ അവരായിരിക്കും ഇതിന്റെ അന്വേഷണം നടത്തുക എന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ അന്വേഷണം പോകാനാണ് സാധ്യത. നമ്മളെ സംബന്ധിച്ച് സർക്കാർ നേരത്തെ വലിയ തരത്തിൽ പ്രതിസന്ധിയുടെ ഒരു വിഷയത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയായിരുന്നു. നേരത്തെ ശ്രീലേഖ മിത്ര പരാതി നൽകാനില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. ആ മുൻ നിലപാട് അവർ മാറ്റിയിരിക്കുന്നു. ഇനി ഈ കേസിൽ അന്വേഷണം നടക്കും. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് തന്നെ ഒപ്പമുണ്ടായിരുന്ന സ്ഥലം, മാത്രവുമല്ല അവിടെ ഏതെങ്കിലും തരത്തിൽ സിറ്റുവേഷണൽ എവിഡൻസ് ഉണ്ടോ, മാത്രമല്ല ഈ പറയപ്പെട്ട സംഭവം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാനുള്ള സാഹചര്യത്തിലുള്ള അടക്കമുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തണം. അങ്ങനെ ഏറെ നിർണായകമായിട്ടുള്ള സങ്കീർണമായ വഴികളിലൂടെ പോലീസിന് പോകേണ്ടി വരും. സർക്കാരിനെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷണം അതിന്റെ റിസൾട്ട് അത് നിർണായകമാകും. കാരണം സർക്കാർ പരമാവധി രഞ്ജിത്തിനെ സംരക്ഷിച്ചതാണ്. ഒടുവിൽ സമ്മർദ്ദം സഹിക്കാനാവാതെയാണ് സർക്കാർ രഞ്ജിത്തിനെ കൈവിട്ടത്. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഈ പരാതിയുടെ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ ഒക്കെ അവസാനം അതിന്റെ ഒരു എൻഡ് റിസൾട്ട് വലിയ തരത്തിൽ ചർച്ചയാകും. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്തിനെതിരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി ശ്രീലേഖ മിത്ര ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക്. അതിന് തൊട്ടുപിന്നാലെ കൊച്ചി സിറ്റി പോലീസിന്റെ അടിയന്തര യോഗം പരാതിയിൽ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ FIR എപ്പോൾ വരുമെന്നത് കൂടി ഇനി അറിയേണ്ടതുണ്ട്. അന്വേഷണം നടത്തുക അത് ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും എന്നാണ് ഷഫീദ് റാവുത്തറും വിഷ്ണു സുരേഷും അറിയിക്കുന്നത്.